മലയാളി വീട്ടമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സോയ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. ആദ്യമായിട്ട് നമുക്ക് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. കുറച്ച് ചൂടായതിന് ശേഷം സോയ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. സോയ നല്ലതുപോലെ കുതിർന്ന് വന്നതിന് ശേഷം നമുക്ക് ഇത് ചെറിയ പീസുകളായിട്ട് ബീഫൊക്കെ അറുത്തെടുക്കൂലേ, ബീഫ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ രീതിക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അറുത്തെടുക്കുക. കുതിർന്ന് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. ഞാൻ 5 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് സവാള ഈ രീതിക്ക് അരിഞ്ഞെടുക്കാം. മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ തക്കാളി ഉപയോഗിക്കുന്നില്ല. തക്കാളി ഉപയോഗിച്ചാൽ സോയ ഒരു കുതിർന്നത് പോലെ ആയിപ്പോവും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. സോയ എല്ലാവർക്കും ടേസ്റ്റ് പിടിക്കില്ല. അതുകൊണ്ട് സോയ നല്ലതുപോലെ കഴുകിയെടുക്കണം. സോയ 3 വെള്ളം കഴുകി ഞാൻ നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് നീര് കളഞ്ഞതിന് ശേഷം എടുത്ത് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് സോയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതിനെ 3 പീസാക്കുകയാണ്. 3 പീസാക്കി അരിഞ്ഞെടുക്കുകയാണ്. ഇതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂണാണ്, 1 സ്പൂൺ മസാല, പിന്നെ പാകത്തിന് ഉപ്പിട്ട് നമുക്ക് പിന്നെ നല്ലതുപോലെ ഇതിൽ പിടിപ്പിക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടാകട്ടെ. എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതുപോലെ ഫ്രൈ ആവണം. ഇതിൽ ജലാംശം എല്ലാം പോയതിന് ശേഷം നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിൽ തന്നെ സവാള വഴറ്റിയെടുക്കാം. സവാള ഇട്ട് വഴറ്റിയെടുക്കാം. അയ്യോ ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് കിടക്കുന്നുണ്ട്. നമുക്കതിനെയും കൂടെ മുറിച്ച് ഇടാം. സവാള, കുറച്ച് പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് കീറിയിട്ട്
പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി കൂടെ ഞാൻ മിക്സിയിൽ ചതച്ചെടുത്തതാണ്. ഒരു അര സ്പൂണ് കൊടുക്കാം. എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ആ എണ്ണയിൽ, ഈ എണ്ണയിൽ മതി. എണ്ണ ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. നല്ല ഫ്രൈ ആയി വരണേന് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി വിതറി കൊടുക്കണം. അപ്പം പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഇത് സോയ നല്ല കാൽസ്യവും അയണും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നോൺ വെജ് കഴിക്കാത്തവർക്കെല്ലാം നല്ലതാണ്. സോയയുടെ സ്മെല്ലാണ് എല്ലാവർക്കും പിടിക്കാത്തത്. അത് നല്ലപോലെ കഴുകിയെടുത്താൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഇതിൽ ഒരു കൊത്ത് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. നല്ല ഫ്രൈ ആയി വരണം. സവാള എപ്പോഴും ഇളക്കിയാൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് വിട്ട് വിട്ട് ഇളക്കണം. എപ്പോഴും ഇളകിക്കൊണ്ട് നിന്നാൽ അത് കുഴഞ്ഞ് നല്ല ഫ്രൈ ആയി വരില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, സോയയിൽ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതിലൂടെ കൂടെ വേണം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇതിൽ ഈ സവാളയിൽ ഇതെല്ലാം പിടിക്കണം. ഇതിലേക്ക് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം. സോയ ഇട്ട് നല്ലപോലെ ഇളക്കണം. റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില ഇട്ട് കൊടുക്കാം. അതുകൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി വയ്ക്കും. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.